ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹിനീസ് കിച്ചൻ. അപ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന റെസിപ്പി ഒരു കേരള സ്റ്റൈൽ ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളാണ് ഇത് തയ്യാറാക്കാൻ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കുന്നതെന്ന്. സ്ലൈസസ് ആയിട്ടുള്ള സവോള, ക്യൂബ്സ് ആയിട്ടുള്ള തക്കാളി, ജിഞ്ചർ, ഗാർലിക്, അതുപോലെ തന്നെ ചില്ലി പേസ്റ്റ്, കട്ട് ചെയ്തിട്ടുള്ളൊരു ചില്ലി, കേട്, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ഹോൾ സ്പൈസസ്, പിന്നെ പെരുംജീരപ്പൊടി. പിന്നെ ഇവിടെ ക്ലീൻ ചെയ്തിട്ട് ചിക്കൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കുക്കറിലാണ് ഇതിട്ടിരിക്കുന്നത്. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ എടുത്തു വെച്ചിട്ടുള്ള ഒരു പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരുംജീരപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. നെക്സ്റ്റ് ഇതിലേക്ക് ചേർക്കുന്നത് സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവോളയാണ്. പിന്നെ ഒരു തക്കാളി ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞിട്ടുള്ളത് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ജിഞ്ചർ, ഗാർലിക്, അതുപോലെ തന്നെ ചില്ലിയുടെ പേസ്റ്റ്, പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചില്ലി, പിന്നെ പാകത്തിനുള്ള ഉപ്പും, അതുപോലെ തന്നെ കറിവേപ്പിലയും, പിന്നെ 4 ടീസ്പൂൺ കേടും. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ 1/4 ഗ്ലാസ് വെള്ളം കൂടി ഊറ്റിയിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലാണ് ഇതിന് വേണ്ടത്. ഇവിടെ ഞാനൊരു പാനിൽ കുറച്ച് ഓയിൽ ഉരുവിടുന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു പകുതി സവോള ചേർത്ത് കൊടുക്കുവാണ്. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുവാണ്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഒരു ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് റോസ്റ്റ് ആക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അടിപൊളിയായിട്ടുള്ള കേരള സ്റ്റൈൽ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷനാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസിനുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.